Okay, students, let us consider the all processors offer some internal registers which can store temporary information or some operands. Similar to read or write memory, these registers are nothing but a combination of several flip-flops. Most of these registers are user accessible and a few are not. The number of user accessible registers varies from processor to processor. Those processors that are memory oriented, for example Motorola 6800, offers lesser number of internal registers as it expects the data or operands would mainly be stored and manipulated within the read or write memory of the that is RAM of the system. അതായത് ഇവിടെ നമുക്ക് ഇൻറ്റേർണൽ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യേണ്ടി വരുന്ന സമയത്ത് എല്ലാ പ്രോസസ്സേഴ്സിനും ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ആ രജിസ്റ്റേഴ്സ് എന്തെന്ന് വെച്ചാൽ ടെമ്പററി ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്, ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്, ഓപ്പറൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് അതായത് ഇപ്പം നമുക്ക് ഈ ഒരു രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും കോമ്പിനേഷൻ ഓഫ് സെവറൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ രജിസ്റ്റേഴ്സ് യൂസർ ആക്സസിബിൾ ആണ്, അതായത് യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാമറിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ചിലത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതായത് ഓരോ പ്രൊസസ്സറിനും ഇത് മാറിക്കൊണ്ടിരിക്കും എത്ര രജിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതും യൂസ് ചെയ്യാൻ പറ്റാത്തതും. ഓക്കെ, ഇനി മെമ്മറി ഓറിയൻറ്റഡ് പ്രൊസസ്സർ ആണെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മോട്ടറോള 6800 ഒരു മെമ്മറി ഓറിയൻറ്റഡ് ആണ്, അപ്പം മെമ്മറി ബേസ്ഡ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ ലെസ് നമ്പർ ഓഫ് ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് ആയിരിക്കും. കാരണം മോസ്റ്റ് ഓഫ് ദ ഡേറ്റ അത് സ്റ്റോർ ചെയ്യുന്നത് ഓൾറെഡി ആ റാമിൽ തന്നെ സ്റ്റോർ ചെയ്യും, ദാറ്റ് ഈസ് റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ റീഡ് റൈറ്റ് മെമ്മറിയിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് രജിസ്റ്റേഴ്സ് കുറവായിരിക്കും. On the other hand, some processors are register oriented, that is for example Zilog Z80, okay, which offers a larger number of internal registers for the user. It may be noted that the program execution time for a processor would be less if the data are available within itself rather than looking outside for them. However, more internal registers means more complexity in instruction decoding, as each register would demand a separate instruction to be provided by the instruction set of the processor. So far we have been discussing about general purpose registers. However, other type of registers are also available within the processors. They are accumulator or result register, status register, stack pointer, program counter, interrupt register, and so on. Most of these registers in most processors would be user accessible. Apart from these, there are some registers that are purely for processor's own use. Example, temporary registers. So ഇവിടെ നമുക്ക് ചില പ്രൊസസ്സേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ മോട്ടറോള, അതായത് ഈ ഒരു കമ്പനീൻ്റെ ഇത് വെച്ചിട്ടാണ്, ആക്ച്വലി മാനുഫാക്ചററിൻ്റെ പേര് വെച്ചിട്ടാണ് അധികവും പറയുന്നത്. ഇപ്പം മോട്ടറോള 6800 പറഞ്ഞു, അതും മെമ്മറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൊസസ്സേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സിലോഗ് Z80. അപ്പം സിലോഗ് അത് കമ്പനി നെയിമാണ്, അപ്പോൾ മാനുഫാക്ചറിൻ്റെ നെയിമാണ്. അപ്പം അതനുസരിച്ച് Z80 ലാർജ് നമ്പർ ഓഫ് ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് പ്രോഗ്രാം എക്സിക്യൂഷൻ ആക്ച്വലി എന്താണ് ടൈം, ഇപ്പോൾ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് ശരിക്കും അത് കുറവായിരിക്കും. കാരണം നമുക്ക് രജിസ്റ്റേഴ്സ് നമുക്കറിയാം അത് ഫാസ്റ്ററാണ്, നേരത്തെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് രജിസ്റ്റേഴ്സ് ഫാസ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഡേറ്റ ഇപ്പോൾ രജിസ്റ്റേഴ്സ് വഴിയാണെങ്കിൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ഫാസ്റ്റ് ആയിരിക്കും. സോ ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈം ഫോർ program execution time for the processor would be less, okay, if the data are available within itself. Okay, so however, more internal registers means more complexity. ശരിക്കും internal registers കൂടുന്ന സമയത്ത് കോംപ്ലക്സിറ്റിയും കൂടും. ഓക്കെ, സോ അതുപോലെ തന്നെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കോംപ്ലക്സിറ്റി കൂടാൻ കാരണം ഇൻസ്ട്രക്ഷൻ, അതായത് ഓരോ രജിസ്റ്ററും ഒരു സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻ അതിന് വേണ്ടി വരും. ഓക്കെ, അത് ഡീകോഡിങ് എല്ലാം ചെയ്യാൻ. നമ്മൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കൂടാതെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സും ഉണ്ട്. അപ്പം ദർ ആർ ഡിഫറെൻറ്റ്, അതായത് ഒരു സ്പെഷ്യൽ ഒരു ഫംഗ്ഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന രജിസ്റ്റേഴ്സ് ഉണ്ട്.
അക്യുമുലേറ്റർ ആണ് അതിൽ മെയിൻ, അല്ലെങ്കിൽ റിസൾട്ട് രജിസ്റ്റർ എന്ന് പറയും. ദെൻ സ്റ്റേറ്റസ് രജിസ്റ്റർ ഉണ്ട്, സ്റ്റാക്ക് പോയിന്റർ, പ്രോഗ്രാം കൗണ്ടർ, ഓക്കെ, ഇൻട്രപ്റ്റ് രജിസ്റ്റർ, സോ ഓൺ. അപ്പോൾ ഇതെല്ലാം നമുക്ക് പിന്നീട് നോക്കാം എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട്. നൗ മോസ്റ്റ് ഓഫ് ദ രജിസ്റ്റേഴ്സ് യൂസർ ആക്സസിബിൾ ആണ്, അത് പറഞ്ഞു. അതായത് പ്രോഗ്രാമറിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ചിലത് പ്രോഗ്രാമറിന് യൂസ് ചെയ്യാൻ പറ്റാത്തതുണ്ട്, അത് പ്രൊസസ്സറിന് വേണ്ടി മാത്രമാണ്. ദാറ്റ് ഈസ് ടെമ്പററി രജിസ്റ്റർ, അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇനി നമുക്ക് ഈ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഒന്ന് നോക്കാം. വി ഷാൽ ഡിസ്കസ് brief discussion. We'll have a brief description about the special purpose registers. അപ്പം ഫസ്റ്റ് നമുക്ക് നോക്കാം status register. That is, every processor performs some arithmetic or logical operations generating some results. Depending upon whether the result is 0 or negative, or produced a carry or odd or even parity, then some additional actions might have to be taken by the programmer. Status register solves this problem by offering the result status of the last performed arithmetic or logic operation through its pre-assigned bits. Generally, each bit of this status register is assigned for one particular indication. Example, carry, parity, zero, overflow, and so on. These bits act as flags, and their conditions, that is true or false, help the program to decide further course of actions and indicate the conditional program branching. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ, അതായത് ഒരു അരിത്മെറ്റിക് അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ റിസൾട്ട് ഇപ്പോൾ 0 ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ ഒരു ക്യാരി ഉണ്ടാവാം. ഇപ്പോൾ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ക്യാരി ഉണ്ടാവാം. അതുപോലെ തന്നെ ഓഡ്, ഈവൻ, പാരിറ്റി ജനറേറ്റ് ചെയ്യാം. അപ്പോൾ അത് അനുസരിച്ച്, ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പം വേറെ എന്തെങ്കിലും ആക്ഷൻസ് പ്രോസസ്സറിന് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അത് പ്രോസസ്സറിനപ്പം മനസ്സിലാക്കണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് അതായത് ഇപ്പോൾ ക്യാരി ഉണ്ടോ, വന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ റിസൾട്ട് 0 ആണോ, അതെല്ലാം എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ സ്റ്റേറ്റസ് രജിസ്റ്ററിൻ്റെ ബിറ്റ്സ് നോക്കിയിട്ടാണ്. അപ്പോൾ ഈ സ്റ്റേറ്റസ് രജിസ്റ്ററിൻ്റെ ബിറ്റ്സ്, അതായത് ലാസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്ന അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഈ ബിറ്റ്സ് അതിൻ്റെ സ്റ്റേറ്റസ് മാറും. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി 1 അല്ലെങ്കിൽ 0 ആയിരിക്കും. സോ അതിന് നമ്മൾ ഫ്ലാഗ്സ് എന്നും പറയും. സോ ഈ ബിറ്റ്സ് എന്ന് പറയുന്നത് ഫ്ലാഗ്സ് ആണ് ആക്ച്വലി. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാരി ഫ്ലാഗ് ഉണ്ടാവും ചിലപ്പം, അതുപോലെ തന്നെ പാരിറ്റി ഫ്ലാഗ് ഉണ്ടാവും, 0 ഫ്ലാഗ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എപ്പോഴാണോ ക്യാരി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ക്യാരി ഫ്ലാഗ് 1 ആയിരിക്കും. അതുപോലെ തന്നെ എപ്പോഴാണോ 0 ആവുന്നത് റിസൾട്ട്, 0 ഫ്ലാഗ് 1 ആവും. അങ്ങനെ അപ്പോൾ അത് വെച്ചിട്ട് പ്രോഗ്രാം, അതായത് ഇപ്പോൾ ഒരു പ്രൊസസ്സറിന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് കണ്ടീഷൻ. അതനുസരിച്ച് ചിലപ്പം വേറൊരു ലൊക്കേഷനിലേക്ക് പോകേണ്ടി വരും, ബ്രാഞ്ച് ചെയ്യേണ്ടി വരും, ജമ്പ് ചെയ്യേണ്ടി വരും. അതാണ് ബ്രാഞ്ചിങ്. ഓക്കെ, so that means it will help the program to decide further course of action and indicate conditional program branching. ചിലപ്പോൾ ബ്രാഞ്ച് ചെയ്യേണ്ടി വരും, വേറൊരു ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യേണ്ടി വരും. അതെല്ലാം ചെയ്യുന്ന ഈ ഒരു സ്റ്റേറ്റസ് രജിസ്റ്ററിൻ്റെ കണ്ടൻസ് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ ബിറ്റ്സ് നോക്കിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ അക്യുമുലേറ്റർ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റർ ആണ് അക്യുമുലേറ്റർ. അപ്പോൾ ചില പ്രൊസസ്സറിന് അത് രജിസ്റ്റർ എ എന്നും പറയും. അപ്പോൾ ഇവിടെ earlier processors result of all the arithmetic or logic operations were made available only in the accumulator. In more recent register-to-register architecture, all relevant registers available within the processor may contain the result of similar operations. അതായത് ശരിക്കും മുമ്പുള്ള പ്രൊസസ്സേഴ്സിനെല്ലാം ഈ ഒരു അക്യുമുലേറ്ററിൽ മാത്രമായിരിക്കും റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 2 നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പർ എന്തായാലും അക്യുമുലേറ്റർ വേറൊരു രജിസ്റ്ററിൽ ഉണ്ടാവും. പക്ഷേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ആക്ച്വലി എയിൽ തന്നെ ഉണ്ടാവും. അപ്പം മുമ്പ് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള രജിസ്റ്റർ ടു രജിസ്റ്റർ ആർക്കിടെക്ചറിൽ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ രജിസ്റ്റേഴ്സിനും റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. Then we have the program counter. This is one of the most important registers within any processor, as it is responsible for holding the address of the memory location for next instruction or byte or word to be fetched by the processor. After fetching every instruction byte, this is automatically incremented by 1 to point to the next byte. The only exception for this auto increment of the program counter is in case of program branching, when it is reloaded by a new value.
This counter is always initialized during system reset so that the first executable instruction byte is fetched from a predefined location of the memory. അതായത് ഇവിടെ പ്രോഗ്രാം കൗണ്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റർ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഓരോ ഇൻസ്ട്രക്ഷൻ, അതായത് ഇപ്പോൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്നതാണ് ഈ ഒരു രജിസ്റ്റർ ചെയ്യുന്നത്. ആൻഡ് അതായത് ഇപ്പോൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ ഫെച്ച് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യും. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനും ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻ്റ് ആവും. ഓക്കെ, ഒന്നായിട്ട് ഇൻക്രിമെൻ്റ് ആവും. ആൻഡ് ഇവിടെ ചിലപ്പം അതായത് ഇപ്പോൾ ഈ ഒരു കേസിൽ ചില കേസിൽ ഇപ്പോൾ ബ്രാഞ്ചിങ് പറഞ്ഞല്ലോ, അപ്പോൾ വേറൊരു ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനത്തെ കേസിൽ ആണെങ്കിൽ മാത്രമേ ഇത് ഇൻക്രിമെൻ്റ് ആവില്ല. അതായത് ഇറ്റ് വിൽ ബി റീലോഡഡ്. അപ്പോൾ അവിടെ പി സിൻ്റെ വാല്യൂ വേറൊരു വാല്യൂ വെച്ച് ലോഡ് ചെയ്യും. ഓക്കെ, ഇൻക്രിമെൻ്റ് അല്ല ചെയ്യുന്നത്. And counter is always initialized during system reset so that first executable instruction byte is fetched from a predefined location. അതായത് ഇപ്പോൾ റീസെറ്റ് ആയിക്കഴിഞ്ഞാൽ എപ്പോഴും ഈ കൗണ്ടർ അല്ലെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിൽ ഓൾറെഡി അതായത് ഇനീഷ്യലൈസ് ചെയ്യും. അതായത് ആദ്യം ഒരു അഡ്രസ്സ് കൊടുക്കും, അതിനുശേഷമാണ് ഇത് ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ദ സ്റ്റാക്ക് പോയിൻറ്റർ. ദാറ്റ് ഇസ് system stack is a RAM area which is earmarked by the programmer to accommodate important information. Example, return address or register values in last in first out sequence, that is LIFO. A stack pointer always points to the top of the stack area. Okay, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാക്ക് എന്ന് പറയുന്നത്, സിസ്റ്റം സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു റാം ഏരിയ ആണ്. അത് ടെമ്പററി സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അതിൽ യൂസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇൻട്രപ്റ്റ് വരുമല്ലോ. അപ്പോൾ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രോസസ്സർ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഇൻട്രപ്റ്റ് ചെയ്ത ഡിവൈസിൻ്റെ പ്രോഗ്രാമിലേക്ക് പോകണമല്ലോ. പക്ഷേ അന്നേരം ആ സമയത്തുള്ള അതിൻ്റെ രജിസ്റ്റർ വാല്യൂസ് ഉണ്ടാവുമല്ലോ, അതുപോലെ തന്നെ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ഉണ്ടാവും. അപ്പോൾ അത് ഈ സ്റ്റാക്കിലേക്കാണ് തൽക്കാലത്തേക്ക് സ്റ്റോർ ചെയ്യുക. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് പിന്നീട് തിരിച്ച് എടുക്കും. സോ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് അതിൻ്റെ സീക്വൻസ്. അതായത് ലാസ്റ്റ് എന്താണോ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് അതായിരിക്കും ഫസ്റ്റ് ഔട്ട്പുട്ടായി എടുക്കുന്നത്. ഓക്കെ, ഇന്നായിട്ട്, അതായത് അതിലേക്ക് ഏതാണോ ലാസ്റ്റിൽ ഇട്ടിരിക്കുന്നത് ഡേറ്റ അതായിരിക്കും ഫസ്റ്റ് എടുക്കുന്നത്. അതാണ് LIFO. ഓക്കെ, ആൻഡ് സ്റ്റാക്ക് പോയിൻറ്റർ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ടോപ്പ് ഓഫ് ദ അഡ്രസ്സ്, അതായത് ഈ സ്റ്റാക്ക് ഏരിയൻ്റെ ടോപ്പ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റാക്ക് പോയിൻറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. Now these registers are available within the processor for temporary data storage and manipulation for arithmetic or logical operations. One of the two operands must be within these registers. Other one should be in the accumulator. As already indicated, number of these registers vary depending on the processor. ഓക്കെ, അപ്പോൾ ഇവിടെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് അത് ടെമ്പററി സ്റ്റോറേജിന് വേണ്ടിയും മാനിപ്പുലേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിന് വേണ്ടി ഒരു ഓപ്പറൻറ്റ് എന്തായാലും 2 ഓപ്പറൻറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 ഡേറ്റ ഉണ്ടാവുമല്ലോ. അത് ഒരു ഡേറ്റ എന്തായാലും രജിസ്റ്റേഴ്സിൽ ഉണ്ടാവും. അതർ വിൽ ബി ഇൻ ദ അക്യുമുലേറ്റർ. ഒന്ന് അക്യുമുലേറ്ററിലും ഒന്ന് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിലായിരിക്കും. ഓക്കെ, ആൻഡ് നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് എത്ര ആണ് അത് പ്രൊസസ്സർ അനുസരിച്ച് മാറും. Okay, so these are the points regarding the register set.